Hi everyone, welcome back to SJR Chemistry. Last lesson we discussed the properties of colloids up to electrophoresis. One more property, that is electro-osmosis. Electro-osmosis. Osmosis നമുക്കറിയാം, സോൾവെന്റ് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നതിന് മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മൈഗ്രേഷൻ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ത്രൂ എ സെമി പെർമേബിൾ മെംബ്രെയിൻ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇവിടെ നമ്മളത് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിട്ടാണ് ഇതേ ഒരു മൂവ്മെന്റ്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസോൾവ്ഡ് അയോൺസ്, the solvent molecules will pass through semi-permeable membrane or parchment membrane or cellophane membrane or dialysing membrane. Then it is known as electro-osmosis. Suppose in this container, we are placing our colloid in this chamber, which is separated from other parts. Suppose this part, it is water, so the central chamber, that is the chamber which contain our colloids, is separated from water by a dialysing membrane. This is our dialysing membrane. ഡയാലിസിംഗ് മെംബ്രെയിൻ, ഒരു ഡയാലിസിംഗ് മെംബ്രെയിനിലൂടെ അടുത്തത് ഇവിടെ. അപ്പൊ നമുക്കറിയാം ഡയാലിസിംഗ് മെംബ്രെയിന്റെ പ്രത്യേകത അല്ലെ സെല്ലോഫെയിൻ മെംബ്രെയിന്റെ പ്രത്യേകത എന്താണ്? അത് കൊളോയിഡൽ പാർട്ടിക്കിളിനെ തടഞ്ഞു വെക്കുകയും ഡിസോൾവ്ഡ് ആയിട്ടുള്ള അയോൺസിനെ പാസ് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ഓൺലി ഡിസോൾവ്ഡ് അയോൺസ് ആൻഡ് പാർട്ടിക്കിൾസ് മൂവ് ത്രൂ ഡയാലിസിംഗ് മെംബ്രെയിൻ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുക്കണം. ഇതിനകത്തേക്ക് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. When we apply an electric field, what happens? The colloidal particle, dissolved charge, will try to move towards oppositely charged electrode. പക്ഷെ എന്ത് സംഭവിക്കും? ആ കൊളോയിഡൽ പാർട്ടിക്കിള് ഇപ്പൊ ഈ ഇതിനകത്തുള്ള കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് ഇലക്ട്രോണിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ ഡയാലിസിംഗ് മെംബ്രെയിനകത്ത് തടഞ്ഞു പോകും. ഇനി നെഗറ്റീവ്ലി ചാർജ് ആണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോ ഈ ഒരു ഡയാലിസിംഗ് മെംബ്രെയിനകത്ത് തടഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ പഠിച്ചൊരു കാര്യമുണ്ട്. കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സർഫസിൽ ഒരു ഫിക്സഡ് ലെയറും ബാക്കി സോൾവെന്റിൽ അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ മീഡിയത്തില് ഒരു ഡിസ്പേഴ്സൽ ലെയറുമാണ്. ഇപ്പൊ രണ്ട് ലെയർ ഉണ്ട്. അപ്പൊ നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡിസ്പേഴ്സൽ ലെയർ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അല്ല നമ്മുടെ മീഡിയത്തിന് അല്ലെങ്കിൽ സോൾവെന്റില് ഒരു നിശ്ചിത ദൂരം വരെ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടാവും. അപ്പൊ ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഫോം ചെയ്തിരിക്കുന്ന മീഡിയത്തിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇനി കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ മീഡിയത്തിന്റെ ചാർജ് പോസിറ്റീവും ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ ഈ മെംബ്രെയിൻ കാരണം തടഞ്ഞു നിർത്തപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള സോൾവെന്റ് നമ്മുടെ ഡിസ്പെർഷൻ മീഡിയം
Oppositely charged dispersion medium moves towards oppositely charged electrode. അപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിളിനകത്തുള്ള ഡിസ്പേഴ്സൺ മീഡിയം എന്ത് ചെയ്യും? അതിനകത്തുള്ള പാർട്ടിക്കിൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ചാർജിലെ ഇലക്ട്രോണിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ സപ്പോസ് ഇതിനകത്തുള്ള ഡിസ്പേഴ്സൺ മീഡിയം വാട്ടർ ആണ്. നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് സോൾ ആണെന്ന് വിചാരിച്ചു. സോൾ നമുക്കറിയാം, സോളിൽ ഡിസ്പേഴ്സൺ മീഡിയം വാട്ടർ ആണ്. അപ്പൊ വാട്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വാട്ടറിന്റെ ചാർജ് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് മൂവ്സ് ടുവാർഡ്സ് നെഗറ്റീവ് ഇലക്ട്രോൺ. അപ്പൊ മൂവ് ചെയ്യുന്ന വാട്ടറിന്റെ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന മീഡിയത്തിന്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ഹൈറ്റ്, വാട്ടർ ലെവലിന്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയുള്ള വാട്ടർ ലെവലിന്റെ ഹൈറ്റ് ആണ് കൂടുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിളിൽ നിന്ന് വാട്ടർ മോളിക്യൂള് ഈ കമ്പാർട്ട്മെന്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അഥവാ നെഗറ്റീവ് ഇലക്ട്രോണിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇതിനകത്തുള്ള കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഈ ഒരു ഹൈറ്റ് ആണ് കൂടുന്നതെങ്കിൽ നമുക്കറിയാം വാട്ടർ മോളിക്യൂള് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് മീഡിയം മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ഇലക്ട്രോണിലേക്കാണ്. തീർച്ചയായിട്ടും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. So this movement of dispersion medium or the solvent from colloidal system towards oppositely charged electrode through a dialysing membrane under an electric field. The movement of dispersion medium towards oppositely charged electrode through a dialysing membrane under an electric field is known as electroosmosis. So it is simply the movement of solvent from colloidal state towards oppositely charged electrode through a semi-permeable membrane, through a dialysing membrane under an electric field. That is what is known as electroosmosis. It is our next electrical property of colloidal system. Then we are dealing the stability of colloid. Stability of colloid. Colloid എങ്ങനെ stability ഉണ്ടാവുന്നതാണ്. We know lyophilic colloids are stable, but lyophilic colloids are unstable. Unstable means they readily undergo coagulation. They readily undergo precipitation. വളരെ എളുപ്പത്തിൽ അത് ആ കൊളോയിഡൽ സ്റ്റേറ്റിൽ നിന്ന് മാറി പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇനി ഒരു കൊളോയിഡിന്റെ അത് ലയോഫിലിക് ആയാലും ലയോഫോബിക് ആയാലും അതിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം അതിനുള്ള ചാർജാണ്. നമുക്കറിയാം കൊളോയിഡിന്റെ ചാർജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. വൺ ഓഫ് ദ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് ചാർജ് ഓൺ കൊളോയിഡ് ഈസ് ദ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ഫ്രം സൊല്യൂഷൻ. അങ്ങനെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടക്കും. സപ്പോസ് ഇതൊരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ അട്രാക്ട് ചെയ്യുമ്പോൾ അഡ്സോർബ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആയിട്ട് മാറും. അപ്പൊ ഒരു എന്താ പറയാ ഒരു കൊളോയിഡ് എടുത്താൽ അതിനകത്തുള്ള എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെയും ചാർജ് സെയിം തന്നെയായിരിക്കും, ഒരേ ചാർജ് ആയിരിക്കും. അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ് FeOH thrice. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. FeOH thrice FeCl3 ആഡ് ചെയ്യുമ്പോൾ Fe3 പോസിറ്റീവ് അഡ്സോർബിങ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് ഇത് പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡിന് ഒരു എക്സാമ്പിൾ ആണ്. FeOH thrice നമ്മൾ കുറച്ച് എടുത്താൽ അതിനകത്തുള്ള എല്ലാ FeOH thriceന്റെ ഫെറി ഹൈഡ്രോക്സൈഡ് പാർട്ടിക്കിളിന്റെയും ചാർജ് പോസിറ്റീവ് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് കുറച്ച് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ കൊളോയിഡിൽ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ്ലി ചാർജ് സെയിം ചാർജുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ ആണ് ഇവയെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ആക്കിയിട്ട് നിലനിർത്തുന്നത്. ദാറ്റ് ഈസ് ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ സെയിം ചാർജ്ഡ് അയോൺസ് പ്രിവെന്റ് ദ അഗ്രിഗേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ അഗ്രിഗേഷൻ നടക്കില്ല. അഗ്രിഗേഷൻ നടന്നിട്ടില്ലെങ്കിൽ ലാർജർ സൈസ് ഉള്ള പാർട്ടിക്കിൾ ഉണ്ടാവില്ല, അതാ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യില്ല. സോ they won't aggregate to form a larger sized particle due to repulsion between the
particles. Repulsion between the same charged colloidal particle. അപ്പൊ ചാർജ് ഓഫ് ദ കൊളോയിഡ് ആണ് ശരിക്കും പറഞ്ഞാല് ആ കൊളോയിഡിനെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുന്നത്. നെഗറ്റീവ് ചാർജ് കൊളോയിഡ്. അതിനകത്തുള്ള നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിപ്പൾഷൻ ആണ് അതിനെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ആയിട്ട് നിലനിർത്തുക, അഗ്രിഗേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവ കാലാകാലം കൊളോയിഡ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ വൺ ഓഫ് ദ റീസൺ ഈസ് ദ ചാർജ് പ്രസന്റ് ഓൺ എ കൊളോയിഡ്. അതിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം ആ ഒരു ചാർജ് ആണ്. എപ്പോ ഈ ചാർജ് നഷ്ടപ്പെടുന്നു അപ്പൊ തന്നെ അഗ്രിഗേഷൻ നടക്കുകയും പ്രിസിപിറ്റേറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. രണ്ടാമത്തത് ലയോഫിലിക് കൊളോയിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലയോഫിലിക് കൊളോയിഡ് there is a strong interaction between the medium and the phase. പാർട്ടിക്കിളും കൊളോയിഡൽ പാർട്ടിക്കിളും സോൾവെന്റും തമ്മിൽ സ്ട്രോങ് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ആ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചുറ്റും സോൾവെന്റ് മോളിക്യൂൾ എന്ത് ചെയ്യും? ഒരു ലെയർ ഫോം ചെയ്യും. വി കോൾ ഇറ്റ് ആസ് സോൾവേഷൻ. അപ്പൊ ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും തൊട്ടടുത്തൊരു പാർട്ടിക്കിൾ വന്ന അഗ്രിഗേഷൻ നടക്കില്ല. സോ ദ ഫോർമേഷൻ ഓഫ് സോൾവെന്റ് ലെയർ ഓൺ ദ സർഫസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ പ്രിവെന്റ് ദ അഗ്രിഗേഷൻ. അപ്പൊ അതും തീർച്ചയായിട്ടും ഓരോ പാർട്ടിക്കിളിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് നിലനിർത്തുകയും കൊളോയിഡ് സ്റ്റേബിൾ ആവുകയും ചെയ്യും. ഇതാണ് പൊതുവെ കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണമാകുന്നത്. അപ്പോ സ്റ്റെബിലിറ്റി കാരണം വെച്ചാൽ കൊളോയിഡ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത്. കൊളോയിഡ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവ അഗ്രിഗേറ്റ് ചെയ്യാൻ പാടില്ല. അഗ്രിഗേറ്റ് ചെയ്തിട്ട് പ്രിസിപിറ്റേറ്റ് ആയിട്ട് മാറാൻ പാടില്ല. മാറാൻ പറ്റാത്തതിന്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അതിന്റെ ചാർജ് ആണ്, മറ്റൊന്ന് ആ സോൾവെന്റ് ഫോം ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ചാർജ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? They will undergo aggregation and form particles of large size and get precipitated. So the conversion of a colloid into a precipitate and it is through aggregation. Through aggregation, a colloidal system changes to a precipitate. That conversion is known as coagulation or flocculation, or we can say it is precipitation. So the conversion of a colloidal particle into a precipitate by the aggregation of particles. എങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യും എന്നതാണ്. അഗ്രിഗേറ്റ് ചെയ്യുന്ന ചാർജ് പോകണം. ചാർജ് പോയാൽ മാത്രമേ ചാർജ് അല്ലെങ്കിൽ ഔട്ടർ ലെയർ സോൾവെന്റ് ലെയർ പോകണം. അങ്ങനെ പോയാൽ മാത്രമേ തീർച്ചയായും അവ എന്താവുള്ളൂ? അഗ്രിഗേറ്റ് ചെയ്തിട്ട് പ്രിസിപിറ്റേറ്റ് ആയിട്ട് മാറുള്ളൂ. അങ്ങനെ മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ കൊയാഗുലേഷൻ. അത് കൊളോയിഡിനെ ഒരു പ്രിസിപിറ്റേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിളിനെ അഗ്രിഗേറ്റ് ചെയ്ത് ലാർജ് സൈസ് ഉള്ള കൊളോയിഡൽ പാർട്ടിക്കിളിനെക്കാളും ലാർജർ സൈസ് ഉള്ള പാർട്ടിക്കിൾ ആക്കി മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. കൊയാഗുലേഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും സെറ്റിൽ ചെയ്യും നടത്താം. ഇനി ഈ കൊയാഗുലേഷൻ നടത്താൻ നമുക്ക് 3-4 മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് persistent electrophoresis. Electrophoresis നമുക്കറിയാം, under the presence of electricity or under an electric field, കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ചാർജിൽ ഇലക്ട്രോണിലേക്ക് പോകും. ഓപ്പോസിറ്റ് ചാർജിലേക്കുള്ള ഇലക്ട്രോണിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് നഷ്ടപ്പെടും. ചാർജ് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവ ന്യൂട്രലായാൽ അവ എന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇലക്ട്രോഫോറസിസ് നടന്നാല് അതിനകത്തുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ മുഴുവൻ ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോഡ് പോയും അവിടെ നിന്ന് അവയ്ക്ക് ചാർജ് നഷ്ടപ്പെട്ടിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ട് പ്രിസിപിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത് പെർസിസ്റ്റന്റ് ഡയാലിസിസ്. പെർസിസ്റ്റന്റ് ഡയാലിസിസ് നമുക്കറിയാം എന്താണ്? ഒരു മെമ്പറൈനിലൂടെ ഡിസോൾവ്ഡ് അയോൺസ് ആണ് പോകുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾ അവിടെ നിൽക്കും.
ഇനി കൊളോയിഡൽ പാർട്ടിക്കിളിന് ചാർജ് എങ്ങനെയാണ് കിട്ടുന്നത്? ഡിസോൾവ്ഡ് ആയിട്ടുള്ള അയോണിൽ നിന്ന് അഡ്സോർഷൻ നടന്നിട്ടാണ്. അപ്പോൾ ഡയാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള അയോൺസ് മുഴുവൻ എന്ത് ചെയ്യും? ഒഴുകിപ്പോകും, മെമ്പറൈനിലൂടെ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ആ ഒരു മെമ്പറൈനുള്ളിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ മാത്രമല്ല, അഡ്സോർബ് ചെയ്യാൻ അയോൺസ് ഉണ്ടാവുക. അഡ്സോർബ് ചെയ്യാൻ അയോൺ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ചാർജ് നഷ്ടപ്പെടും, ചാർജ് കിട്ടില്ല. ചാർജ് കിട്ടാതിരിക്കും, അവ അഗ്രിഗേറ്റ് ചെയ്യും, തീർച്ചയായിട്ടും അത് പ്രസിപിറ്റേറ്റ് ആയിട്ട് മാറും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് നടത്തിയാൽ ഉള്ള അയോൺസ് മുഴുവൻ ഒഴുകി പോവുകയും അതിന്റെ ഭാഗമായിട്ട് ചാർജ് നഷ്ടപ്പെട്ട പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്ത് പ്രസിപിറ്റ് ആവുകയും ചെയ്യും. മൂന്നാമത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾ. ഓപ്പോസിറ്റ് ചാർജുള്ള ഒരു സോൾ നമ്മൾ ഒരു കൊളോയിഡിനകത്തേക്ക് ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും ന്യൂട്രലൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ S2S3 നമ്മൾ നാസിയം സൾഫൈഡ് നെഗറ്റീവ്ലി ചാർജ് സോൾ ആണ്. അതിനകത്തേക്ക് നമ്മൾ FeOH ത്രൈസ് ആഡ് ചെയ്താൽ എന്താ സംഭവം? ഇത് പോസിറ്റീവ് ചാർജ് സോൾ. എന്താ സംഭവിക്കുക? ഇതിന്റെ നെഗറ്റീവ് ചാർജിന്റെ പോസിറ്റീവ് ചാർജും ന്യൂട്രലൈസ് ചെയ്യപ്പെടും. രണ്ട് കൊളോയിഡും കൊയാഗുലേഷൻ വിധേയമാവും. രണ്ട് കൊളോയിഡും കൊയാഗുലേഷൻ വിധേയമാവും. മ്യൂച്വൽ കൊയാഗുലേഷൻ നമുക്കറിയാം. ഇതിപ്പോ മ്യൂച്വൽ കൊയാഗുലേഷൻ രണ്ടും പരസ്പരം ന്യൂട്രലൈസ് ചെയ്തിട്ട് ഒരു മ്യൂച്വൽ കൊയാഗുലേഷന് വിധേയമാവും. സോ ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾ. Then നാലാമത്തെ മെത്തേഡ് അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ്. അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ. ഇപ്പം പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് കൊളോയിഡ് എങ്കിൽ ഇതിനകത്തേക്ക് നെഗറ്റീവ് ചാർജ് Cl- വന്ന തീർച്ചയായിട്ടും ന്യൂട്രലൈസ് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ Cl- കിട്ടുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഇതിനകത്തേക്ക് ചേർത്താല് ആ കൊളോയിഡ് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രലൈസ് ചെയ്യാം. ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൊയാഗുലേഷൻ ഇതാവും. ഇനി ഇപ്പൊ ഒരു നെഗറ്റീവ് ചാർജ് കൊളോയിഡ് ആണെങ്കിൽ അതിനകത്തേക്ക് പോസിറ്റീവ് ചാർജ്, ഉദാഹരണം Na പോസിറ്റീവ് ഇവിടെ വന്നാലും തീർച്ചയായിട്ടും ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അപ്പൊ Na പോസിറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് ആണ് കിട്ടുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊയാഗുലേഷൻ നടത്താൻ പറ്റും. സോ ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് വി ക്യാൻ കൊയാഗുലേറ്റ് എ colloid. So we can discuss the remaining part in our next lesson. Thank you for watching.